അല്ല, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ജനങ്ങളാകെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമുണ്ട്. ഇത്രയും അഴിമതി വിരുദ്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചതിൻ്റെ ക്രെഡിറ്റ് സ്വയം എടുക്കുന്ന ഈ ഗവൺമെൻറ്റിൽ എന്തിനാണ് ജേക്കബ് തോമസ് പൊടുന്നനെ രാജിവെച്ചത് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കണ്ടേ? നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലല്ലേ പ്രവർത്തിക്കുന്നത്? ഞാൻ പലതവണ ചോദിച്ചിട്ടും ഇടതുപക്ഷത്തിൽ നിന്ന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഈ രണ്ടുപേരും. ഞാൻ ഈ ചോദ്യം ചോദിച്ചതാണ് ശ്രീ കെ സുരേന്ദ്രൻ. നമുക്കറിയില്ല മന്ത്രിസഭ ചർച്ച സുരേന്ദ്രൻ പറയട്ടെ. അല്ല, ഞാനൊന്ന് പറയട്ടെ. അതായത് ഇവിടെ എന്തായാലും പ്രതിപക്ഷത്തിന് നല്ല എതിർപ്പുണ്ട്, അത് എല്ലാവർക്കും അറിയാം. ബാബുവിൻ്റെ കേസെല്ലാം വന്നതോടുകൂടി അവരാകെ പരിഭ്രമത്തിലാണ്, അതിനാർക്കും അതിൽ തർക്കമില്ല. പക്ഷേ ആ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിൻ്റെ പേരിൽ ജേക്കബ് തോമസ് രാജിവെക്കില്ലല്ലോ. ജേക്കബ് തോമസ് രാജിവെച്ചത് ജയരാജൻ കേസുമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഗവൺമെൻറ് ഒന്നും വ്യക്തമാക്കാത്തിടത്തോളം അത് മാത്രമേ ഊഹിക്കാൻ വഴിയുള്ളൂ. കാരണം ജയരാജൻ്റെ 4 ബന്ധുക്കളെ മാത്രം നിയമിച്ച ഒരു നിയമന തട്ടിപ്പല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ MD-മാരെയും ജനറൽമാരെയും നിയമിച്ച കേസാണിത്. അതിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വ്യാജരേഖ ചമച്ച കേസുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ആൾക്കാരുടെ കേസുണ്ട്. കുപ്രസിദ്ധരായിട്ടുള്ള ഖനന കമ്പനികളുടെ ജനറൽ മാനേജർമാരായിരുന്ന ആളുകളെ നിയമിച്ച കേസുണ്ട്. അതുകൊണ്ട് പുണ്യവാളത്തരം പറയുമ്പോൾ ഇതൊക്കെ കേൾക്കണം. കുപ്രസിദ്ധമായിട്ടുള്ള ഖനന കമ്പനികളുടെ ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്ത ആൾക്കാരെ ജയരാജൻ വെച്ചിരിക്കുന്നു. വിവാദ വ്യവസായിയായിട്ടുള്ള VM രാധാകൃഷ്ണൻ്റെ അടുത്ത ബന്ധുവിനെ ഇയാൾ തുടരാൻ അനുവദിച്ചിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി വെച്ച് നല്ല അഴിമതി നടത്തി പേര് കേട്ട ഉദ്യോഗസ്ഥന്മാരെ EEP ജയറാൻ വെച്ചിരിക്കുന്നു. ഇതെല്ലാം എല്ലാ ചട്ടം പാലിച്ചുകൊണ്ടാണെന്നാണ് ജയരാജൻ നിയമസഭയിൽ പറഞ്ഞത്. അപ്പോൾ ഈ സത്യസന്ധനായിട്ടുള്ള നീതിമാനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ജയരാജൻ്റെ കേസ് നിയമന വിവാദം എടുക്കുമ്പോൾ പല കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകേണ്ടി വരും, ഫയൽ പരിശോധിക്കേണ്ടി വരും. ചട്ടപ്രകാരമാണെന്ന് നിയമസഭയിൽ ആവർത്തിച്ച് പറയുന്ന ജയരാജൻ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇവിടെയാണ് സംശയം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജേക്കബ് തോമസ് നൽകിയ കത്ത് അതൊരു പിടിവള്ളിയല്ലേ സർക്കാരിന്? ആ കത്ത് സ്വീകരിച്ചുകൊണ്ട് ജേക്കബ് തോമസിനെ പറഞ്ഞു വിടാമായിരുന്നുവല്ലോ. അതാണ് മഞ്ജുഷെ, നമ്മളെല്ലാവരും അങ്ങനെ പറയാൻ പാടില്ല. ശക്തമായിട്ട് മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും ഇത് CPM-ന്റെ തലയിലേക്ക് തന്നെ കൊണ്ടുവന്നു. CPM-ന് ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യം വന്നു. രാഷ്ട്രീയമാണല്ലോ നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ജേക്കബ് തോമസിന്റെ രാജി സ്വീകരിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതൊരു ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തൽക്കാലത്തേക്കുള്ള ഒരു നാടകം മാത്രമാണിത്. ജേക്കബ് തോമസിന് അധികകാലം തുടരാൻ കഴിയില്ല. അത് മലബാർ സിമന്റ്സിന്റെ കേസോ ചക്കിട്ടപാറയുടെ കേസോ കൺസ്യൂമർ ഫെഡിൽ ഇന്ന് ഇയാളുടെ നമ്മുടെ തൃശ്ശൂരിലെ മന്ത്രിയെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. കൺസ്യൂമർ ഫെഡ് ശരിക്കും പിടിക്കാൻ തുടങ്ങിയാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ കൊടുങ്ങും, CITUവിന്റെ ഉന്നത നേതാക്കന്മാർ കൊടുങ്ങും. അത് അല്ലല്ല, ഞാൻ പറയട്ടെ, അതുപോലെ നമ്മുടെ കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി പിടിച്ച ചന്ദ്രശേഖരൻ മാത്രമല്ല കുടുങ്ങുക. ഇതെല്ലാം ഉണ്ട്. ഇതിലേക്കൊക്കെ പോകുമ്പോൾ ജേക്കബ് തോമസിന് തുടരാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ കേരളം കാത്തിരുന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ നിങ്ങൾ പറയും, നേരത്തെയും പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ഈ കത്ത് പിടിവള്ളിയാക്കി എടുത്തുകൊണ്ട് സർക്കാരിന് വേണമെങ്കിൽ ജേക്കബ് തോമസിനെ പറഞ്ഞു വിടാമായിരുന്നു വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന്. അങ്ങനെയല്ല, അഴിമതിക്കെതിരെ ഇത്രയും ശക്തമായ നിലപാടെടുത്ത ആളെ അദ്ദേഹത്തെ നിയമിച്ചത് തന്നെ സർക്കാരിന് തിളക്കം കൂട്ടുന്ന ഒന്നായി അവകാശപ്പെടുമ്പോൾ അദ്ദേഹം രാജിവെച്ചൊഴിയുന്ന സർക്കാരിന് ഭൂഷണമല്ല എന്ന് സർക്കാരിനറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസരം വിനിയോഗിക്കുകയില്ല സർക്കാർ. അതാണ് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഞാൻ ബഹുമാനായ ശ്രീ സുരേന്ദ്രൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊരു യോജിപ്പില്ല. കാരണം ശ്രീ ജേക്കബ് തോമസിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എടുത്താൽ അദ്ദേഹം കാര്യങ്ങൾ വളരെ വ്യക്തമായി പൊതുജനങ്ങളോട് തുറന്നു പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഏതെങ്കിലും കേസിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഭരണാധികാരികൾ ശ്രമിച്ചാൽ അത് നാളെ തുറന്നു പറയാൻ ഒരു മടിയുമില്ല എന്ന് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ശ്രീ ജേക്കബ് തോമസ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ജേക്കബ് തോമസ് ഇത്തരം തന്നെ ഈ ഡയറക്ടർ സ്ഥാനത്ത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രധാന കാരണം അദ്ദേഹം വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിനെതിരെ നേരത്തെ നടന്ന ചില അന്വേഷണങ്ങളുടെ റിപ്പോർട്ടുകൾ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി കഴിഞ്ഞതാണെങ്കിലും അദ്ദേഹം എന്തോ അപരാധങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ വരുത്തി തീർക്കത്തക്ക വിധത്തിൽ ചില പഴയ ആളുകളൊക്കെ ആ പഴയ പൊടി തട്ടിയെടുത്ത് ആ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് പുറത്ത് ചില മാധ്യമങ്ങളിലേക്ക് വിട്ടു. മാധ്യമങ്ങൾ വായിക്കുന്ന ആൾ വിചാരിക്കും എന്തോ ജേക്കബ് തോമസ് എന്തോ വലിയ തെറ്റിപ്പോൾ ചെയ്തിരിക്കുന്നു, പിന്നെ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ എങ്ങനെ ഇദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം സുഗമമാകും. ഒരുപക്ഷെ അതിൻ്റെ ധാർമ്മികമായ വശം മനസ്സിലാക്കിക്കൊണ്ട്
ഒരുപക്ഷെ ജേക്കബ് തോമസ് ഇത്തരം ഒരു കത്ത് കൊടുത്തതായിരിക്കാനാണ് സാധ്യത. ആ ധാർമ്മികത 24 മണിക്കൂർ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ ഈ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണല്ലോ വിജിലൻസ് ഡയറക്ടർ. ഇത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാവുകയും അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും ചെയ്ത സംഭവം തന്നെയാണല്ലോ താങ്കൾ പറഞ്ഞതുപോലെ. ഇങ്ങനെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ ജനങ്ങളുടെ മുന്നിൽ കുറ്റവാളിയായിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ജേക്കബ് തോമസ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇല്ല, പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മുക്തി നേടാനായിരിക്കും ഒരുപക്ഷെ ജേക്കബ് തോമസ് ഇത്തരം ഒരു കത്ത് കൊടുത്തതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ജേക്കബ് തോമസിനെ പോലെ വളരെ കരുത്തനായ, വളരെ ശക്തനാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരിക്കലും അത്തരം ഭീഷണികൾക്ക് മുമ്പിൽ വഴങ്ങി ഭീരുത്വത്തോടുകൂടി മാറി നിൽക്കാൻ ശ്രമിക്കാൻ പാടില്ല. ഒരുപക്ഷെ മഞ്ജുഷ പറഞ്ഞതുപോലെ ഈ വിജിലൻസിനെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് മുമ്പിൽ നൽകിയ ചില പ്രപ്പോസലുകൾ വേഗത്തിലാക്കാത്തതിൻ്റെ ഒരു പ്രതിഷേധം കൂടി അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാതെ ഇവിടെ പറയുന്നത് പോലെ ജയരാജനാണ് വിഷയമാണ് ഇതിനകത്ത് പ്രതിഫലിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഗവൺമെന്റിന് ഏറ്റവും നല്ല അവസരമാണ് ആ കത്ത് വാങ്ങി അന്ന് തന്നെ ഉത്തരവിടാൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് വിഷയം അതല്ല. വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാകാൻ സാധ്യത. പക്ഷേ ഒരുപക്ഷെ ജേക്കബ് തോമസിന് ഈ കാര്യത്തിൽ ഈ കത്ത് കൊടുത്തതിലൂടെ ഗവൺമെന്റ് കുറെ കൂടി ശക്തമായി ജേക്കബ് തോമസ് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്നതോടുകൂടി വിജിലൻസിന്റെ തലപ്പത്ത് ജേക്കബ് തോമസ് കുറെ കൂടി ശക്തനായി മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ആ പ്രതീക്ഷയാണ് ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും എല്ലാം. ശ്രീ പഴകുളം മധു, അധികാര ദുർവിനിയോഗം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ അവരോധിച്ചത് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണപ്പിഴവായിരുന്നു. ഇതാണ് ഇന്നത്തെ കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിന്റെ കണ്ടെത്തൽ. എന്ത് അധികാര ദുർവിനിയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്? ആരാണ് കോൺഗ്രസിൽ നിന്നും ആരാണ് കഴിഞ്ഞ UDF ഭരണകാലത്ത് ജേക്കബ് തോമസ് ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തെ വിജിലൻസ് ADGP പദവിയിൽ നിന്ന് മാറ്റിയപ്പോൾ പോലും പറഞ്ഞ ന്യായീകരണം അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് DGP പദവിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ്. വീക്ഷണം പത്രം എഴുതിയ മുഖപ്രസംഗം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അഭിപ്രായമായിട്ട് പ്രതിപക്ഷ നേതാവോ പാർട്ടി പ്രസിഡന്റോ മുതിർന്ന നേതാക്കന്മാരോ ആരും ഇതിനോടൊന്നും തന്നെ അത് ഏറ്റെടുത്തിട്ടില്ല. അതൊരു പാർട്ടി അഭിപ്രായം. വീക്ഷണത്തിന്റെ അഭിപ്രായം പറയാം. ദേശാഭിമാനത്തിന്റെ അഭിപ്രായം പറയാം. ജനയുഗം ഈ ഗവൺമെന്റിനെതിരായി എത്രയോ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ പത്രത്തിന്റെ നിലപാട്. പത്രം അത് വിശദീകരിക്കട്ടെ. ഞാൻ വീക്ഷണത്തിന്റെ ഓഫീസറല്ല. അതല്ല, ബാബുവിനെതിരെ എടുത്ത കേസ് കള്ളക്കേസാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പറഞ്ഞല്ലോ. അല്ല, എതിരായി എടുത്ത കേസുകൾക്കകത്ത് പാകപ്പിഴ ഉണ്ടെന്നുള്ളത് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC ചർച്ച ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ആ രണ്ടും എങ്ങനെയാണ് പൊരുത്തപ്പെടുക? ഒരേ നാവ് കൊണ്ട് ജേക്കബ് തോമസ് നല്ലവനും മറ്റൊരു നാവ് കൊണ്ട് എതിർത്തും പറയുകയാണ്. മഞ്ജുഷ ചോദിച്ച ഉത്തരം ഞാൻ പറയാം. മഞ്ജുഷ ഇവിടെ ഉണ്ടായിരിക്കുന്നത് 2 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. ഒന്ന്, ശ്രീ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായി തുടർന്നാൽ ബഹുമാനായ മുൻ വ്യവസായ മന്ത്രി EP ജയരാജന്റെ കേസ് ബഹുമാനായ മുഖ്യമന്ത്രിയിലേക്ക് നീളുമോ എന്ന ആശങ്കയായിരിക്കാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ അങ്ങ് അദ്ദേഹത്തിന്റെ നിലവിലുള്ള പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന് ആശങ്ക കാണും. 2, അദ്ദേഹത്തിന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ, പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കോടതി അദ്ദേഹത്തിനെതിരെ പരാമർശം നടത്തിയാൽ ആ പരാമർശം സഹിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പോകാൻ ഒരുപക്ഷെ അദ്ദേഹം കഴിയാതെ വരാം. ഈ 2 കാരണങ്ങളാകാം അദ്ദേഹം രാജിവെച്ച് ഒഴിയാൻ തയ്യാറാകാതെ ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ ഗവൺമെന്റിന് ഏതെങ്കിലും ബാബുവിന് ഇപ്പൊ ആരാണ് ഈ പൊതുതാൽപര്യ ഹർജിയുമായി വന്നിരിക്കുന്നതെന്ന് എന്റെ അഭിപ്രായം കാര്യമാണ് പറഞ്ഞത്. ഈ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയുടെ കാര്യമാണ്. ഇപ്പോ നാളെ അതെ ഒരു പൊതുതാൽപര്യ ഹർജി ഒരു വിജിലൻസ് കേസ്, പൊതുതാൽപര്യ ഹർജി ഒരു വിജിലൻസ് കേസ് ആരാണ് കൊടുത്തിരിക്കുന്നത്? അല്ല, വിജിലൻസ് കോടതിയിൽ കേസ് വന്നാൽ ഇപ്പൊ പ്രസന്റ് കോൺടാക്സിൽ നമുക്കറിയാമല്ലോ, ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു കോടതി ഇടപെട്ടതിൽ ഉത്തരവുണ്ടായാൽ, ഒരു നിർദ്ദേശം ഉണ്ടായാൽ അതായിരിക്കാം എന്ന എന്റെ പ്രശംസയാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനായ ശ്രീ പിന്നെ നമ്മുടെ രാജീവ് അബ്രഹാം MLA-ക്കും ശ്രീ ആന്റണി രാജുവിനും ഈ ഗവൺമെന്റിന് ആയിരിക്കേണ്ട ബാധ്യത ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അവരെ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ശ്രീ രാജീവ് അബ്രഹാം ചോദിക്കുന്നു, എന്തുകൊണ്ട് മന്ത്രിസഭ ഇക്കാര്യം ചർച്ച ചെയ്തില്ല? എന്തുകൊണ്ട് ഇത്ര നാളായും ഇത് വെച്ച് താമസിപ്പിക്കുന്നു?
എന്തുകൊണ്ട് ഇക്കാലത്ത് തീർപ്പ് ഗവൺമെന്റ് പറയുന്നില്ല, നിയമസഭയിൽ പറഞ്ഞില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പരാതി 10 ദിവസം വെച്ച് താമസിപ്പിച്ചു? എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ക്ലിയർ ആയി ഉണ്ടായിട്ടും FIR എടുത്തില്ല? ഇത്തരം സംശയങ്ങളാണ് ഞങ്ങൾക്ക്. എടുക്കാൻ പാടില്ല, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കട്ടെ. അങ്ങനെ എടുക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി. ആര് പറഞ്ഞു? ഞാൻ പറയും സുപ്രീം കോടതിയുടെ കേസിൽ ലളിതകുമാരി കേസിൽ പറഞ്ഞിരിക്കുന്നത് സിറാജുദ്ദീൻ വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പൊതുപ്രവർത്തകർക്കെതിരെ മന്ത്രിമാർക്കെതിരെ അലിഗേഷൻസ് ഉണ്ടായാൽ അതിനെക്കുറിച്ച് പ്രാഥമികമായ അതിലേക്ക് പോകണ്ട. സാങ്കേതികമല്ല, അത് അങ്ങനെ തന്നെ അല്ലല്ല. അത് ശ്രീ ആന്റണി രാജു പറഞ്ഞതുപോലെ തന്നെയാണ്. പൊതുപ്രവർത്തകരുടെ കാര്യത്തിലാണ് ഇങ്ങനെയുള്ള പരാതി കിട്ടിയതെങ്കിൽ അവിടെ പരിശോധന നടത്തിയേ പറ്റൂ. അതിനുശേഷം അതല്ല പരമാവധി 42 ദിവസം, അതല്ല പരമാവധി 42 ദിവസം അതിനുള്ളിൽ FIR എടുക്കുന്നുണ്ടെങ്കിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ശ്രീ രാജു എബ്രഹാം, ഒരു കാര്യം താങ്കൾ ആദ്യവും പറയുകയുണ്ടായി ഞങ്ങൾക്ക് അറിയില്ല എന്ന്. എന്തുകൊണ്ടാണ് ജേക്കബ് തോമസ് ഇങ്ങനെ ഒരു കത്ത് കൊടുത്തത് എന്ന് അങ്ങനെ പറഞ്ഞ് ഒഴിയുവാൻ പറ്റുമോ? ഇനിയെങ്കിലും വ്യക്തമാക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തി പറയട്ടെ, ഇങ്ങനെ ജേക്കബ് തോമസ് ഇങ്ങനെ ഒരു കത്ത് നൽകിയിരുന്നു, അത് ഇന്ന കാരണങ്ങൾ അദ്ദേഹത്തോട് തുടരാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന്. മഞ്ജുഷ, ഇത് ഇപ്പോൾ 5 ചോദ്യം എന്നോട് പഴകുളം എൻ്റെ സ്നേഹിതൻ ചോദിച്ചു. ഈ ചോദ്യം കേട്ടാൽ ഇത് നമ്മളേതാണ്ടൊരു ഗവർണറുടെ വിഷയമോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ വിഷയമോ ചർച്ച ചെയ്യുന്ന ഒരു വലിയ പ്രാധാന്യം, അത്രയൊന്നും പ്രാധാന്യം വേണ്ട. നമുക്ക് ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ഒരു കത്ത് കൊടുക്കുന്നു, അങ്ങനെയുള്ളൊരു ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഇവിടെ പ്രസക്തമായിട്ട് വരുന്നുള്ളൂ. ഇവിടെ അതല്ലാതെ സ്ത്രീ ഇപ്പം മുമ്പേ പലരും കത്ത് കൊടുക്കാറുണ്ട്. അത്